നമ്മളൊരു യാത്ര പുറപ്പെട്ടിട്ട് നിൽപ്പാണ് കേട്ടോ. ഇത് മെയ് 28-ാം തീയതിയാണ്. നൈറ്റ് 10:15 സമയം. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലാണ് വെയിറ്റ് ചെയ്യണത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. ഞാനും ഏട്ടനും മോളും പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് പോണത് വേറെ എവിടേക്കുമല്ല, മൂകാംബിക തൊഴാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂകാംബിക, കുടജാദ്രി, മുരുടേശ്വരം, ഉടുപ്പി, അങ്ങനെ ആ ലൈനിലുള്ള കുറച്ച് സ്ഥലങ്ങൾ പോകണമെന്ന് ആണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ യാത്ര നടക്കുമോ നടക്കില്ലേ എന്നുള്ള ഇങ്ങനെ അതൊരു ബ്രിമ്മിലായിരുന്നു അതിൻ്റെ കാര്യം. നമുക്ക് വണ്ടി റെഡി ആയിട്ടുണ്ടായില്ലേ. അപ്പോൾ പോവാൻ തീരുമാനിച്ച അല്ലെങ്കിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ദിവസത്തിൻ്റെ ഈവനിങ് ആ സമയത്താണ് നമുക്ക് വണ്ടി സെറ്റായത്. ഈവനിങ് അല്ല, തലേ ദിവസമാണ് നമുക്ക് വണ്ടി റെഡി ആയത് കേട്ടോ. അപ്പോൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുള്ള വണ്ടിയാണ്, നമ്മുടെ ഓൺ വെഹിക്കിളല്ല. അപ്പോൾ നമ്മൾ 28-ാം തീയതി വൈകുന്നേരം പോയിട്ട് 31-ാം തീയതി രാവിലെയാണ് നമ്മൾ തിരിച്ച് വരണത് കേട്ടോ. എന്തായാലും സ്കൂൾ തുറക്കാറായല്ലോ. മൂകാംബികയ്ക്ക് പോകണം എന്നുള്ളതിങ്ങനെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഏട്ടൻ മുന്നും ഒരുപാട് തവണ പോയിട്ടുണ്ട്, മോളും ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ. 2 വർഷം മുന്നിട്ട് അവളെ അവിടെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു വിളിപാട് കിട്ടി പോവുക, അല്ലെങ്കിൽ ഒരു വിളി കിട്ടി പോവാന്ന് പറയില്ല. അപ്പോൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ സ്പീഡാക്കുന്നില്ല കേട്ടോ. സ്പീഡാക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്പീഡാക്കിയിട്ട് കാണുക. ഞാൻ ഈ വീഡിയോ സേവ് ചെയ്യണതും ഇത്രയും ഫൂട്ടേജ് എടുത്തിട്ടുള്ളതൊക്കെ ഒരു മെമ്മറീസേക്ക് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ കുട്ടി നമ്മൾ പഴയ പോയിട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അവളതെടുത്ത് ഇടയ്ക്ക് നോക്കും. അത് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴാണ്, 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണും, സന്തോഷിക്കുകയൊക്കെ ചെയ്യാറ്. ഞാനും ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സെൽഫിഷ്നെസ്സിന്, അല്ലെങ്കിൽ സെൽഫിഷ്നെസ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് പിന്നീട് കാണാൻ, പിന്നീട് ഓർക്കാൻ, വീണ്ടും അതിനെ ഒന്ന് ചെറിഷ് ചെയ്യാനുള്ള രീതിക്കാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ആരും ഞാൻ നിർബന്ധിച്ച് കാണാനായിട്ട് പറയണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ അത് ലീവ് ചെയ്തേക്കാം. നമ്മളുടെ ചാനലിൻ്റെ നീഷ് പറഞ്ഞത് ഒരു ആർട്ട്, ക്രാഫ്റ്റ്, സ്വിങ്, അതായത് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള സംഗതികൾ ഞാൻ ചെയ്തിട്ട പോലെ, നമ്മുടെ ബയോയിലിട്ടിട്ടുള്ള പോലെ ക്രിയേറ്റീവ് ഗേൾ വിത്ത് ടു മെനി ഹോബീസ് അല്ലെങ്കിൽ ടു മെനി ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു രീതിക്കാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു തീം. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. ഞാനത് സ്പീഡാക്കണില്ല എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്കിത് സ്ലോ ചെയ്തിട്ട് കാണാൻ, അല്ലെങ്കിൽ വീഡിയോ സ്ലോ ചെയ്തിട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് സ്പീഡാക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് അധികവും ഈ യാത്രയുടെ ഈ ലോങ് റോഡും ഹൈവേസും പാരലലി വരുന്ന സീനറീസും അതൊക്കെ തന്നെ ആയിരിക്കും അധിക ഭാഗം ഉണ്ടാവുക. പക്ഷേ ഞാൻ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ ഇതിലിടുകയാണ്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് യാത്രകൾ പോകാൻ അവസരം കിട്ടുന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് വല്ലപ്പോഴുമുള്ള ചെറിയ യാത്രകളാണെങ്കിലും ഭയങ്കര കാര്യമാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഈ ലോങ് റോഡ് വരുന്നത് ഇത് ഭയങ്കര ഒരു ഫുൾഫില്ലിംഗ് ആണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഡ്രൈവിൽ തീരെ ഉറങ്ങാറേ ഇല്ല. ചിലരുണ്ടാവുമല്ലോ, വണ്ടി കയറി കിടന്ന് ഉടനെ ഉറങ്ങി പിന്നെ ഡെസ്റ്റിനേഷൻ വരുമ്പോൾ എഴുന്നേക്കും. എനിക്കത് ഇമാജിൻ തന്നെ ചെയ്യാൻ പറ്റാത്ത സംഗതികളുടെ ഇങ്ങനെ ഉറങ്ങാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെയെന്ന് ആലോചിക്കുന്ന ആളാണ് ഞാൻ. എനിവേ, ഞാനതൊരു ഇതായിട്ട് പറഞ്ഞതല്ല. ഡിപ്പെൻസ്, ചില ആൾക്കാർക്ക് സിക്നെസ് ഉണ്ടായിരിക്കും, മോഷൻ സിക്നെസ് ഉണ്ടായിരിക്കും, കാറിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടി ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു. അവൾ അത്ര ദൂരം കുറച്ച് ഞാനിങ്ങനെ വിളിച്ച് എണീപ്പിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ടയേർഡായിട്ട് അങ്ങനെ ഉറങ്ങുക തന്നെയായിരുന്നു കേട്ടോ. ഉറങ്ങും, നിർത്തുമ്പോൾ എഴുന്നേക്കും, ഭക്ഷണം കഴിക്കും. അങ്ങനെയായിരുന്നു അവളുടെ ഒരു ജേണി കേട്ടോ. എന്നാലും ഉണർന്നിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ബീച്ച് വരുമ്പോൾ സൈഡിൽ അല്ലെങ്കിൽ ഹിൽ ഏരിയ വരുമ്പോൾ അപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ ഉണർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടേ എനിക്ക്, അയ്യോ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ, പെട്ടെന്നൊന്നും നോക്കുക സൈഡിൽ നോക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടത് 28-ാം തീയതി രാത്രിയാണ് നമ്മൾ മൂകാംബികയിൽ എത്തണത്. 29-ാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുവരെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നിലയ്ക്കുന്നൊക്കെ ആയിട്ട് ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാനിതിൽ ഇട്ടിട്ടുള്ളത്. ഞാൻ ഈ ക്യാമറയിൽ എടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ കണ്ണിലും മനസ്സിലുമാണ്
ഈ ഒരു വ്യൂസും ഇതൊക്കെ നിറച്ചിട്ടുള്ളത്. ഞാൻ ഇത്ര ഫോണിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും ഞാൻ കാണുന്ന ആ ഭംഗിയിൽ ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഫോണ് അതിൻ്റെ ക്ലാരിറ്റി, ക്യാമറ ക്ലാരിറ്റി, വൈഡ് ആംഗിൾ എടുക്കാനുള്ള പൊട്ടൻഷ്യൽ അതൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷേ വാട്ട് എവർ, മനസ്സ് നിറഞ്ഞിരിക്കുക എന്ന് പറയില്ല. എനിക്കാണെങ്കിൽ ഈ ഡ്രൈവാണ് കൂടുതലിഷ്ടം. ഡെസ്റ്റിനേഷനും എനിക്കിഷ്ടമാണ്. പക്ഷേ ഡെസ്റ്റിനേഷനേക്കാൾ ഞാൻ ആ ഡ്രൈവ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരാളാണ് കേട്ടോ. ഇപ്പോൾ ബസ്സിൽ ഇപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ഭയങ്കര റിലാക്സ്ഡ് ആവും ഞാനിങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട് സൈഡിലേക്കൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് കേട്ടോ ഞാൻ. എത്ര പേര് അങ്ങനത്തെവരുണ്ട് എന്നുള്ളത് പറയാം. ഒരു യാത്ര പോകുമ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നവർ പറയാം കേട്ടോ. ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചിട്ട് ഇതുപോലെ ഹൈവേയിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. ഏത് കാലത്ത് നടക്കുമെന്നറിയില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ എന്താണ് വിഷൻ ബോർഡിലൊക്കെ എഴുതി കഷ്ടപ്പെട്ട് നമ്മൾ ലൈസൻസ് വരെ എടുത്തു. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ആ റോഡ് പ്രാക്ടീസ് കിട്ടാനും റോഡ് ഫിയർ മാറാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതുപോലെ വണ്ടി റെൻറ്റിന് എടുത്തിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ടാണല്ലോ പോകണത്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് കിട്ടില്ല. അങ്ങനത്തെ ഒരു റിസ്ക് എന്തായാലും എൻ്റെ ഹസ്ബൻഡ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെ മനസ്സിലായാലും അത് മനസ്സിലാവാത്ത പോലെ മൈൻഡ് ചെയ്യാതെ ഇരുന്നു കേട്ടോ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്റ്റിയറിങ് തൊടാൻ പോലും കിട്ടിയില്ല. പിന്നെ എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം നമുക്ക് റെൻറ്റ് തന്നെ അത്യാവശ്യം നല്ല റെൻറ്റ് വരും. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം യാത്ര തന്നെ മൊത്തം പാളും. പിന്നെ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് ഞാൻ അത് കിട്ടുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉറപ്പായിരുന്നു എന്തായാലും വണ്ടി ഓടിക്കാൻ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. വിവേട്ടിന് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളെന്നല്ല, വണ്ടി ഓടിക്കുന്നത് ഒരു ഹരമായിട്ടുള്ള ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പാസ് ചെയ്ത് എനിക്കിതിങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയും പിന്നെയും പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്നും കൂടെ വോയിസ് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് കേൾക്കുമല്ലോ, അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുള്ളൂ ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ ഇതിൽ വീണ്ടും വന്നിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, ഈ കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നപ്പോൾ ഈ ബിൽഡിങ്സൊക്കെ ഇല്ലേ നമ്മുടെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ അത്രയൊന്നും ഒരു ഭംഗിയില്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ ടേസ്റ്റിൻ്റെ ആണോ അതോ ഇവരുടെ ബിൽഡിങ്ങിൻ്റെ, എനിക്കറിയില്ല. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. ഇത് ഒരു ബിൽഡിങ്, ഒരു പഴയ അങ്ങനത്തെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മെയിനായിട്ടുള്ള റോഡിൽ കൂടെയൊക്കെ അല്ലേ പോകുന്നത്, ചെറിയ വഴികളിലൂടെ ഒന്നും അധികം പോയിട്ടില്ലല്ലോ. പിന്നെ പോയിട്ടുള്ളത് രണ്ട് സൈഡിലും കാടൊക്കെ വരണ വഴിയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണോ ഇനി ശരിക്കും ബിൽഡിങ്സ് കാണാഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല. ഒന്ന് രണ്ട് വീടുകളൊക്കെ പോലെ കണ്ടതൊന്നും എനിക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി അത്ര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് തോന്നിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പോയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് ആ ലാൻഡ്സ്കേപ്പ് ഈസ് വെരി ഗുഡ്. അവിടുത്തെ വീടുകളുടെ ആ ഒരു ശൈലി, വീടുകളാണെങ്കിലും നോർമൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിൽഡിങ്, അതിൻ്റെയൊക്കെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ഏതാ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് പറയാം കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അധികവും ഇങ്ങനത്തെ കുഞ്ഞ് പോക്കറ്റ് റോഡിലേക്ക്, ഇത് അത്ര കുഞ്ഞ് പോക്കറ്റ് റോഡല്ല എന്നാലും ചെറിയ പോക്കറ്റ് റോഡിലൊക്കെ വരുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ സമയത്ത് ഉറങ്ങിയാലും എനിക്ക് അത്ര വലിയ നഷ്ടം തോന്നില്ല കേട്ടോ. അതല്ലാത്ത പക്ഷം കണ്ണടയ്ക്കാൻ ഞാൻ ഉറങ്ങില്ല. അടയ്ക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്, അയ്യോ ഇത് ഇപ്പുറത്തെ കണ്ണടയ്ക്കുമ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം ഉറങ്ങില്ല. കുറേ എന്നോട് ഉറങ്ങിക്കോ, നീ കുറച്ച് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ ഉറങ്ങിയത് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയത് നമ്മൾ ഞായറാഴ്ച രാവിലെ ഒരു 7-7:30 കൂടിയിട്ടാണ്. ആ ദിവസം പുലർച്ചെ ഒരു 3 മണി 4 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിയത്. അതുവരെ ഞാൻ വണ്ടിയിൽ ഇരുന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പ്രിഫർ ചെയ്ത സമയത്ത് കഷ്ടപ്പെട്ട് കുറച്ച് നേരം ഉറങ്ങി എന്നല്ലാതെ ഡ്രൈവിൽ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ.
ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കവർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പമ്പിലോ കേട്ട് വണ്ടി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കണ്ണൂർ പിലാത്തറ എന്നുള്ള സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതുവരെ താമസിച്ച് ഇറങ്ങായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ആ റെസ്റ്റോറൻറ്റിൻ്റെ വാഷ് ഏരിയയിൽ നിന്ന് നമ്മൾ ബ്രഷ് ചെയ്ത് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയത് നമ്മൾ മൂകാംബികയിൽ എത്തി അവിടെ റൂം എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ്. കുറച്ച് സമയമേ ഉള്ളൂ. ആ ഉള്ള സമയം ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 സ്ഥലത്തും ഒക്കെ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ചയോടുകൂടി മൂകാംബികയിലെത്തും. അപ്പോൾ അവിടെ നിന്ന് റൂം എടുക്കണു, ഫ്രഷ് ആവണു, എന്നിട്ട് കുടജാദ്രി പോകണം. കുടജാദ്രി പോയി കുടജാദ്രി പോയി എത്തി പിന്നെ നമ്മൾ അമ്പലത്തിലൊന്ന് തൊഴും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് തൊഴും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ മുരുടേശ്വർ പോവും. മുരുടേശ്വർ പോയിട്ട് തൊഴും. എന്നിട്ട് മുരുടേശ്വരം അവിടെ ഒരു ബീച്ച് ഏരിയയാണ്. അപ്പോൾ ആ ബീച്ചിലൊന്ന് കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ നമ്മൾ ഉടുപ്പിയിൽ പോവും. ഉടുപ്പിയിൽ പോയി പിന്നെ മാൽപ്പേ ബീച്ച് പോകണം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടില്ല കേട്ടോ. മാൽപ്പയിൽ പോയിട്ടില്ല. നമ്മൾ ഉടുപ്പി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ വരികയാണ് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ ഞായറാഴ്ച രാവിലെ 7 മണിയായി എത്താനായിട്ട്. അപ്പോൾ നമ്മൾ മൂകാംബികയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂകാംബിക, വെൽക്കം ടു മൂകാംബിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആർച്ച് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഞാനിങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട്, മൂകാംബികയിലേക്ക് ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല, ദേവി വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എനിക്കിപ്പോൾ 35 വയസ്സായി. ഇപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഇവിടെ എത്താൻ പറ്റണത്. ഒന്ന് നമ്മളെ അങ്ങനെ കൊണ്ടുപോകാൻ അതിന് തക്ക പ്രാപ്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ ഒരു ടൂറ് പോയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുള്ളതൊക്കെ എന്നെ കല്യാണത്തിന് ശേഷം ഏട്ടൻ കൊണ്ടുപോയിട്ടുള്ളതാണ്. അതല്ലാതെ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രകൾ ചെയ്യാൻ പണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും യാത്രകളുടെ വീഡിയോസ് കാണാനും ഈ ട്രാവലർ മാഗസീനൊക്കെ സ്ഥിരമായിട്ട് എല്ലാ മാസവും വാങ്ങി അതിലെ സ്ഥലങ്ങളൊക്കെ നോക്കി ഇവിടെ പോകണം, അങ്ങനത്തെ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള യാത്രകളോട് ഭയങ്കര ഒരു ഭ്രാന്തുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ നമുക്ക് എന്നൊന്നും യാത്ര പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ വൺസ് ഇൻ എ വൈൽ ഇതുപോലെ ചെറിയൊരു ബ്രേക്ക് നമുക്ക് കിട്ടണത് ഭയങ്കര നല്ലതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം ജീവിതം ഇങ്ങനെ വളരെ മൊണോട്ടണസ് ആയിട്ട് ഒരേപോലെ രാവിലെ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട്ടിലെ പണികൾ ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരേ പാറ്റേണിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു ചേഞ്ച്, ഒരു 2 ദിവസം, ഒരു ദിവസമാണെങ്കിൽ പോലും ഒരു ചേഞ്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ കിട്ടുമെന്ന് പറയില്ലേ, അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഈ ചെറിയ യാത്രകളാണെങ്കിലും വലിയ യാത്രകളാണെങ്കിലും വർക്ക് ചെയ്യാറുള്ളത് കേട്ടോ. ചില ആൾക്കാർക്ക് യാത്രകൾ ഇഷ്ടം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ യാത്ര പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം അവർക്ക് മെയിനായിട്ട് ഈ മോഷൻ സിക്നെസ്, വണ്ടിയിലിരുന്ന് ടയേർഡാവൽ, അതൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഒരുവിധം എല്ലാവർക്കും ഒരുപാട് യാത്രകൾ ചെയ്യാനും സ്ഥലങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ പോകുമ്പോഴൊക്കെ എനിക്ക് അമ്മേനെ കൊണ്ടുപോകണം എന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. കാരണം അമ്മമ്മ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ 2 നൈറ്റൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. വയ്യാതെ കിടക്കാൻ പറഞ്ഞാൽ ആൾ സ്ട്രോക്ക് വന്നിട്ട് കുറേ കാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയായതുകൊണ്ട് അപ്പോൾ ഒരാളവിടെ വേണം. അപ്പോൾ അമ്മേനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അമ്മയും ഇതുപോലെ ഒരുപാട് യാത്രകൾ പോകാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അതിപ്പോൾ നമ്മൾ നേരെ കാണുന്നത് കണ്ടോ, ഇത് കുടജാദ്രി ഹിൽസാണ് കേട്ടോ. കുടജാദ്രി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് മുഴുവൻ അയ്യോ എൻ്റെ അനിയത്തിമാരെ കൊണ്ടുവരണം, എൻ്റെ റിലേറ്റീവ്സിനെ കൊണ്ടുവരണം, അവരെ ഞാൻ ഈ അനുഭവിച്ച ആ ഒരു ഹാപ്പിനെസ് അവർക്കും കൂടി കിട്ടണം, അവരെനിക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നത്. കാരണം നമുക്കങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മളൊരു നല്ല ഫുഡ് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളവർക്കും കൂടി ഇത് കിട്ടണം, അല്ലെങ്കിൽ നീയും കൂടി ഇത് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇവിടെ നല്ലതായിരുന്നു, ആ ഒരു ഫീലായിരുന്നു ത്രൂ ഔട്ട്. ഇപ്പോൾ നമ്മൾ കൊല്ലൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് റൂം എടുത്തിട്ട് ഉടനെ നമ്മൾ അവിടുന്ന് ഫ്രഷായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി 1 മണിയായി മൂകാംബികയിൽ എത്തിയപ്പോൾ.
അപ്പോൾ 1-2 സ്ഥലത്തൊക്കെ വണ്ടി നിർത്തി നമ്മൾ റൂം അവൈലബിലിറ്റി നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടില്ല. വന്നിട്ട് കാരണം നമുക്കിപ്പോൾ വരാൻ പറ്റുമോ എന്നുള്ളത് തന്നെ തീരുമാനമായിട്ടുണ്ടായില്ല. കാരണം വണ്ടി സെറ്റായത് തലേ ദിവസം രാത്രിയാണ് വണ്ടി സെറ്റായത് പോകുന്നതിൻ്റെ. അതുകൊണ്ട് നമ്മൾ റൂമൊന്നും പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ 1-2 സ്ഥലത്ത് അന്വേഷിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു റൂം കിട്ടി കേട്ടോ. അപ്പോൾ ഇതത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂമൊന്നുമല്ല, സാധാരണ ഒരു റൂം. അതുകൊണ്ട് ഞാൻ എൻ്റെ റൂം ടൂറൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാണ് നമ്മൾ നേരെ പോണത് ഇനി കുടജാദ്രിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുടജാദ്രിക്ക് ഇവിടെ നിന്ന് ജീപ്പിലാണ് പോവുക. നമ്മുടെ വെഹിക്കിൾസ് അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ ഇവിടെ കുടജാദ്രിക്ക് പോകാനുള്ള ജീപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ജീപ്പിൽ 8 പേരെയാണ് അവർ കൊണ്ടുപോവുക. അതായത് 8 ആളായാലാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ നമുക്ക് വന്നത് റേറ്റ് ഒരാൾക്ക് 570 രൂപയാണ് കേട്ടോ അവർ വാങ്ങിയത്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ 2 മണിക്കൊക്കെ സ്റ്റാൻഡിൽ എത്തിയെന്നുണ്ടെങ്കിൽ 2:30 നമുക്ക് ആ ഒരു ജീപ്പിലേക്ക് ഒരു 8 ആൾ റെഡി ആയപ്പോൾ കേട്ടോ. പെട്ടെന്ന് ആവും. പക്ഷേ ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരുമിച്ച് പോകണം. പിന്നെ ആരെങ്കിലും ഒരാൾ നമുക്ക് ബാലൻസ് ആണെങ്കിൽ ഒരാൾ മാത്രമായിട്ടുള്ളവർ വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് 2:30 ആയിട്ടോ. പിന്നെ 2:30 വരെ ഇവിടുന്ന് ജീപ്പ് പോവുള്ളൂ. അതിലും സമയം വൈകി കഴിഞ്ഞാൽ പിന്നെ ജീപ്സ് ഇല്ല, 2:30 വരെ ഉള്ളൂ. അത് നമ്മൾ 2:30ക്ക് പുറപ്പെട്ടിട്ട് തന്നെ തിരിച്ച് നമ്മൾ മൂകാംബികയിൽ എത്തിയത് രാത്രി 7:30 ആയിട്ടാണ്. അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ, മല കയറണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ റൂള് അങ്ങനെയാണ്. 2:30ക്കാണ് ലാസ്റ്റ് ജീപ്പ് പോവുക. അങ്ങനെ നമ്മൾ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞത് നിറ്റൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ആണ് വണ്ടി നിർത്തി തന്നത് നമുക്ക് വെള്ളമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് 2 ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ട്. വേറെ നമ്മൾ മനഃപൂർവ്വം തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഓഫ് റോഡാണ് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഓഫ് റോഡാണ്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അന്തമാതിരി ഓഫ് റോഡായിരുന്നു. ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫോൺ താഴെ പോകും, അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ വീണ് പൊട്ടും എന്നുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ഓഫ് റോഡായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സൊക്കെ കുടജാദ്രി ഓഫ് റോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ആ ജീപ്പ് കയറി പോകുന്ന ഒരു ഓഫ് റോഡിൻ്റെ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വാറുവിനെ കുറിച്ച് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ പിടിച്ച് തിന്നു അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എത്തിയതിന് ശേഷം, മുകളിൽ ജീപ്പ് മീതെ എത്തിയതിന് ശേഷം മാത്രം അവൾ ജസ്റ്റ് ഒന്ന് ഛർദ്ദിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ചായയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ചായയും പിന്നെ അവിടെ ലെമൺ റൈസാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു ലെമൺ റൈസ് വാങ്ങിയിട്ട് ട്രൈ ചെയ്തു കേട്ടോ. നമുക്ക് അധികം കഴിക്കണമെന്നില്ല, കാരണം ഇനി നമുക്ക് ഇറങ്ങുമ്പോഴും ഈ വളവും തിരിവും പിന്നെ ഈ ഓഫ് റോഡും തന്നെ ഇറങ്ങണമല്ലോ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കുടജാദ്രി മല കയറുകയാണ് കേട്ടോ. കയറുമ്പോൾ കുറച്ച് ആദ്യം കയറാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു കാല് വേദനയും മസിൽ പിടുത്തൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, ഈശ്വര ഈ മനുഷ്യന് ഇവിടെ താഴെ എവിടെയെങ്കിലും ഇരുന്ന് തപസ് ചെയ്താൽ പോരെ, ഈ മലയും കയറി ഇങ്ങനെ മീതെ പോയിരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തമാശയ്ക്ക്. ഞാൻ മൂകാംബികയെ കുറിച്ചുള്ള 1-2 വീഡിയോസ്, അതായത് അവിടുത്തെ തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള തന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു. അതല്ലാതെ ഞാൻ കുടജാദ്രിനെ കുറിച്ചൊന്നും റിസർച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ വഴിപാടുകൾ എങ്ങനെയാണ്, അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവിടെ എന്താണ് നമ്മൾ കാണാൻ പോണത്, അല്ലെങ്കിൽ എന്താ അതിൻ്റെ ബാക്കിലുള്ള ശാസ്ത്രം, അതൊക്കെ അറിഞ്ഞിട്ട് പോകാൻ എനിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബാക്കിൽ കാണുന്നത് മുഴുവൻ കോടമഞ്ഞാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഭംഗി എൻ്റെ ക്യാമറയിലും കിട്ടിയിട്ടില്ല. ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അത് നേരിട്ട് കാണുന്ന അത്രയ്ക്ക് വരാനും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പൈപ്പൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ നമസ്സീനെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടജാദ്രി എനിക്കത് നന്നായിന്ന് തോന്നി. മൂകാംബികയുടെ ബേസിക്സൊക്കെ എന്താ പറയുക വായിച്ച് മനസ്സിലാക്കിയെന്നുണ്ടെങ്കിലും കുടജാദ്രിനെ കുറിച്ച് ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. അറിയാം, അതായത് ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ദേവി ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ദർശനം കിട്ടി ദേവീനെ ശങ്കരാചാര്യർ ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. അതായത് താന്ത്രികപരമായി ദേവിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഉള്ള ആളാണ് ശങ്കരാചാര്യർ. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ഒരു തന്ത്രിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആളെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ആളിങ്ങനെ പറയണ്ട, ഇപ്പോൾ നമ്മൾ മൂകാംബികയിൽ തൊഴാൻ വരുമ്പോൾ ആദ്യം ശങ്കരാചാര്യരെ കണ്ട് തൊഴണം,
ശങ്കരാചാര്യരെ കണ്ട് തൊഴുതിട്ട് ഇങ്ങനെ അതായത് ദേവിയോടൊരു കാര്യം പറയുന്നതിന് മുന്നേ ആളോട് പറയണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മൂകാംബികയിലെത്തി എന്നിട്ട് നേരെ പോണത് കുടജാദ്രിക്കാണ്. സർവജ്ഞാനപീഠം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഏട്ടൻ നമസ്വീനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ കുഴപ്പമില്ല, അവൾ കുറച്ച് ടയേർഡായിരുന്നു, ഒന്ന് ഛർദ്ദിച്ചതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു, പിന്നെ നടന്നു കേട്ടോ. കുറച്ചധികം തന്നെ റിസ്കി ആയിട്ടുള്ള വഴിയൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് കയറി പോകാം നമ്മൾ. പിന്നെ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ. വളരെ ചെറിയ കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് അവരെ നടത്താൻ പറ്റില്ല, നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നല്ല ടയേർഡാവും കേട്ടോ. പിന്നെ നല്ല നടുവേദന, നല്ല രീതിക്കുള്ള വോമിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ കുടജാദ്രി യാത്ര റെക്കമെൻഡ് ചെയ്യണില്ല കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് കുത്തിക്കുലുങ്ങിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ആ ജീപ്പിൽ ഇവിടേക്ക് എത്തുക. തിരിച്ചും അങ്ങനെ തന്നെ ഇറങ്ങണം. പിന്നെ ഇത് കയറാനും കുറച്ച് ചെങ്കുത്തായ കയറ്റമൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ വേർത്താണെന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ്. നമ്മൾ കയറി വരും തോറും നമുക്കിങ്ങനെ അയ്യോ നമ്മൾ എവിടെയാണ്, സ്വർഗത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീൽ വരും. അത് ലിറ്ററലി ഇറ്റ് ഫീൽസ് ലൈക്ക് എ പീസ് ഓഫ് ഹെവൻ ഫെൽ ഓൺ എർത്ത് ബൈ ആക്സിഡൻറ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു വൈബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാവും കിട്ടുന്നുണ്ടാവുന്നത്. ഞാനിങ്ങനെ ഇവിടെ കയറിയിട്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നു, അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊണ്ടുവരാം, അവരൊക്കെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ഈ ഒരു ഓഫ് റോഡൊന്നും കയറി വരാനായിട്ട് പറ്റില്ല. അത്രയും അവർക്കൊക്കെ വോമിറ്റിംഗ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് യാത്രയിൽ. അപ്പോൾ എങ്ങനെ ഇവരെ ഞാൻ ഇതൊന്ന് കാണിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടോ. ഞാനിങ്ങനെ നിറയെ കലകുലാതെ ഇങ്ങനെ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോസ് പറ്റുന്ന പോലെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഏട്ടനോട്, എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയേക്കോളൂ കാണുന്നുണ്ടോയെന്ന്. ഞാൻ വീഡിയോ എടുത്ത് കൊക്കയിൽ പോകുമെന്നുള്ളത് അറിയില്ലല്ലോ എന്ന്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഇത്രയും അധികം ഹാപ്പി ആയിട്ടിരുന്ന ഒരു യാത്ര ഇപ്പം നമ്മൾ തിരിഞ്ഞ് നിന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള തന്നെയായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് ആ ഒരു കണ്ടൻമെൻറ്റ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഇല്ല ഞാൻ ഓർത്താലും ഇല്ല. ഇത്രയ്ക്ക് സാറ്റിസ്ഫൈങ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു നിറവ് ഫീൽ ചെയ്യില്ലേ, അങ്ങനെ ഫീൽ ചെയ്തൊരു സ്ഥലം ഞാൻ ഇതിന് മുന്നേ പോയിട്ടില്ല കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് ടൈം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ളൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു കുടജാദ്രി. അപ്പോൾ ഈ കുടജാദ്രി എന്നുള്ള പേരെങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ ആ തന്ത്രി പറയണത് കേട്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഹനുമാൻ സ്വാമി മൃതസഞ്ജീവിനി മലയായിട്ട് പോണ സമയത്ത് അതിൻ്റെ ഒരു കഷ്ണം അടർന്ന് വീണതാണ് എന്നുള്ളതാണ്. അപ്പോൾ കുടജാദ്രി എന്ന് പറയുന്നത് കുടജപ്പാല പൂക്കൾ വിരിയുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആ പാല നല്ല മണലുള്ള പാലപ്പൂവില്ലേ, ആ പൂക്കൾ നിറയെ വിരിയുന്ന ഒരു സ്ഥലം. ഇവിടെ 18 ഇത്രയും ഔഷധങ്ങൾ ഒറ്റമൂലികൾ കിട്ടും. അങ്ങനെ മൃതസഞ്ജീവനിയുടെ ആ ഒരു സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്ന് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ വലിയ കലവറയായിട്ടൊക്കെ പറയുന്ന സ്ഥലമാണ്. പിന്നെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത്, ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഭയങ്കര എത്ര കിലോമീറ്റർ ആയിരുന്നു ഞാൻ മറന്നു, ഏറ്റവും ഹൈറ്റ് കൂടിയ പർവ്വതനിരകളിൽ 14ാമത്തെയാണ് ഇത്. ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാനിങ്ങനെ റെഫർ ചെയ്ത് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ ഭയങ്കര ഹെവൻലി ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. അതായത് ഇതിൻ്റെ മീതെ നമ്മൾ മല കയറി സർവജ്ഞാനപീഠം വരെ എത്തിയപ്പോൾ കിട്ടിയിട്ടുള്ളത് ഭയങ്കര ഹെവൻലി ആയിട്ടുള്ള ഫീലാണ്. എനിക്കത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്കത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വന്ന് തന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. എന്തായാലും പറഞ്ഞേ. അതുപോലെ ഇതിൻ്റെ മീതേന്ന് ഇങ്ങനെ താഴേക്ക് അത്രയും കണ്ണെത്താത്ത ദൂരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര അഗാധമായ ഗർത്തം, അല്ല എന്താ പറയുക, വലിയ കൊക്കയാണ് കേട്ടോ. നമ്മളിതാ കയറി ലാസ്റ്റ് സർവജ്ഞാനപീഠം വരെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ കുറേ ആളുകൾ, ഒരു പൂജാരി പൂജ ചെയ്യുന്നുണ്ട്, ആളുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ
5 മണി കഴിഞ്ഞു. 5:30 ആകുമ്പോൾ താഴെ തിരിച്ചെത്തണമെന്നാണ് ആ ജീപ്പിൻ്റെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. കാരണം 5:30ക്ക് ജീപ്പ് തിരിച്ചു പോകും. അപ്പോൾ 5 മണി കഴിഞ്ഞു. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി എത്തും വേണം കേട്ടോ. അരമണിക്കൂർ കൊണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് എന്താ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പീഡ്, നമ്മൾ നടക്കുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. കുറച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് നമ്മൾ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ മുളർത്ത് ഇങ്ങനെ പറഞ്ഞു, കാലിങ്ങനെ അമർത്തി താഴത്ത് കുത്തിയിട്ട്, അതായത് നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിലും നമ്മൾ ഓടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചില സ്ഥലത്തൊക്കെ, എല്ലായിടത്തും അല്ല. പിന്നെ ഇവിടുന്ന് ഞാൻ കുറേ ഇങ്ങനെ വെറുതെ ചിമിളി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇവിടെ ഓളിയിടുമ്പോൾ എക്കോ കേൾക്കുമായിരുന്നു. ഞാൻ നമസ്വീയുടെ അടുത്ത് ഇങ്ങനെ ഉറക്കെ ഓളിടാനൊക്കെ പറഞ്ഞു, പക്ഷെ അവളതൊന്നും ചെയ്തില്ല. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഷൈനസ്സാണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്, ഇവിടെ ആകെ ഒരു വാഷ്റൂമേ ഉള്ളൂ. താഴത്ത് ഇറങ്ങി വരുമ്പോൾ അത് അതിഭീകരമായിരുന്നു. പക്ഷേ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആ വാഷ്റൂമിൽ തന്നെ പോയി. കാരണം നമുക്ക് വീണ്ടും ഈ കുത്തിക്കുലുങ്ങി താഴത്തേക്ക് എത്തണമല്ലോ. അങ്ങനെ നമ്മളൊരു 7:30 ആവാറായി. 7:30 ആയി കേട്ടോ. മൂകാംബികയുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. നമ്മളിനി ഒന്ന് കയറി തൊഴുതിട്ട്, വരി നിന്ന് തൊഴുകയല്ല, പുറത്തുനിന്നൊക്കെ ഒന്ന് തൊഴുത് അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോകാം. നമുക്ക് നല്ല ഉറക്കം ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കേട്ടോ ഞാൻ ഊണാണ് കഴിച്ചത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. അത്ര നമുക്കിവിടെ നമ്മുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പാലറ്റ് ഉണ്ടല്ലോ, അതിന് അത്ര സ്യൂട്ടായിരുന്നില്ല. പക്ഷേ എനിവേ എനിക്ക് എല്ലാത്തരം ഭക്ഷണങ്ങളും അവിടുത്തെ ഭക്ഷണവും ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ലതായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളൊരു 6 മണിയോടുകൂടി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ ഇനി വരി നിന്ന് തന്നെ ഉള്ളിൽ ദേവീനെ കണ്ട് തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ഫീലുണ്ട്, ഇങ്ങോട്ട് വരാനായിട്ട് അത്ര ഭാഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ് എൻ്റെ മുഖത്തുള്ളത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം എടുക്കേണ്ടത് പിറ്റേ ദിവസം, അതുകൊണ്ട് എനിക്ക് അതൊക്കെ നല്ല ഈസി ആയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ഫീൽ കിട്ടി, ഓ അടിപൊളി, കൊള്ളാം, നീ നന്നായിട്ടാണ് പാക്ക് ചെയ്തതൊക്കെ എന്ന്. അപ്പോൾ നമസിക്ക് ഞാനൊരു പട്ടുപാവാടയും ബ്ലൗസും, ഏട്ടന് അതിൻ്റെ ഒരു കളറ് ഷർട്ടും പിന്നെ മേൽമുണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ പലതരം വരികളുണ്ട് കേട്ടോ. 100 രൂപയുടെ വരി, 500 രൂപയുടെ വരി, അങ്ങനെ അതല്ലാതെ പൈസ ഇല്ലാത്ത വരി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും നോർമൽ ക്യൂവിൽ നിൽക്കാനുള്ള അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 100 രൂപയുടെ വരിയിലാണ് നിന്നത് കേട്ടോ. അപ്പോൾ വരിയിൽ നിന്ന സമയത്ത് ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നും പല്ലക്കിൽ കയറ്റി രഥത്തിൽ പല്ലക്കിലൊക്കെ ആയിട്ട് കൊണ്ടുപോകണതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ആ പച്ച കുട പിടിച്ച് വരുന്ന തന്ത്രി ഉണ്ടല്ലോ, അത് ആളുടെ ഇൻ്റർവ്യൂ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ആൾ പറഞ്ഞത് അവർ 30ാമത്തെ തലമുറയിൽ, അതായത് ദേവിയുടെ ഈ ഒരു ഇങ്ങനെ അവകാശമുള്ള കുടുംബങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള തന്ത്രി കുടുംബത്തിലെ 30ാമത്തെ തലമുറയിൽ പെട്ട ആളാണെന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ മൂകാംബികനെ കുറിച്ചുള്ള ഹിസ്റ്ററി കാര്യങ്ങൾ നടത്തിപ്പും എപ്പോഴാണ് ഗവൺമെൻറ് അമ്പലം, അതായത് ആദ്യം അത് വീട്ടമ്പലമായിരുന്നു, പിന്നീട് ഗവൺമെൻറ്റിന് നമുക്ക് നടത്തിപ്പിന് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ്റിന് ആയിട്ട് എന്താ പറയുക, ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് അങ്ങനെ പോയില്ലേ. അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ യാത്രയ്ക്ക് മുന്നേ അമ്പലത്തിനെ കുറിച്ചുള്ളത് കേട്ടിരുന്നുണ്ടോ. കുടജാദ്രീനെ കുറിച്ചും ബാക്കിയുള്ളതൊന്നാണ് ഞാൻ തീരെ ഒന്നും നോക്കാതെ പോയത്. എനിവേ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ടും ബ്ലെസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറേ നേരമൊന്നും നമുക്ക് വരിയിൽ നിൽക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഈ ശിവേലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ കയറി നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ നന്നായിട്ട് തന്നെ കണ്ടു തൊഴാൻ പറ്റി. സാധാരണ വളരെ തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ നമുക്ക് നടക്കി നിന്നിട്ട് ചിലപ്പോൾ ശരിക്കും അങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. അവരിങ്ങനെ നമ്മൾ തള്ളി വേഗം നട ഒഴിയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടും. പക്ഷേ നല്ല രീതിയിൽ തന്നെ കണ്ടു തൊഴാനായിട്ട് പറ്റിയിട്ടോ. അപ്പം ഞാൻ ഈ ക്ലിപ്സ് ഈ ശിവേലിയുടെതൊക്കെ എടുത്തത് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ. അവിടെ നിന്ന് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലല്ലോ, വരണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എടുത്തെടുത്ത് അയച്ചു കൊടുക്കും. ആ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് സ്റ്റാറ്റസ് ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വീട്ടിലെത്തിയത് വരെയുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ
ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് എത്തുന്നത് അവിടുത്തെ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് പോയിരുന്നു കേട്ടോ. എൻ്റെ ഒരു സന്തോഷമേ, എന്തിനിപ്പോൾ നാട്ടുകാരെ കാണിക്കാനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പിന്നെ അങ്ങനെ ഒരു അർത്ഥമില്ല. പക്ഷേ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാറ്റസ് ഇടുന്ന നമുക്ക് കുറച്ച് ഗോ ടു പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടുകാർ, അനിയത്തിമാർ. അപ്പോൾ അവരെ ഓരോരുത്തരെയും വിളിച്ച് ഞാൻ ഇവിടെത്തി എന്ന് പറയണേക്കാൾ നല്ലത് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇവിടെത്തി ഇറങ്ങി ഭക്ഷണം കഴിച്ചാൽ അതിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് മൂകാംബികയിൽ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് തന്നെ തൊഴാനും കുറച്ച് നേരം അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു ഉച്ചയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് തൊഴുത് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ഉള്ളിൽ ഷർട്ട് മൊത്തമായിട്ട് ഊരണം എന്ന് പറഞ്ഞു ഉള്ളിൽ കയറുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഏട്ടനങ്ങനെ ഒരു മേൽമുണ്ട് എടുത്തിരുന്നത് ആക്ച്വലി കല്യാണത്തിൻ്റെ മേൽമുണ്ടാണ് കേട്ടോ. അത് കല്യാണത്തിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ നിന്ന് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതു, ഫോട്ടോസ് എടുത്തു. ഉള്ളിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗത്തു നിന്ന് ഫോട്ടോസ് എടുത്തു. പുറത്തേക്ക് വന്നു, ഇവിടെ നിന്ന് കുറച്ച് സംഗതികളൊക്കെ വാങ്ങി. ഉള്ളിൽ നിന്ന് ഒരു സാരി, ദേവിക്ക് പൂജിച്ച ഒരു സാരി അവിടെ നിന്ന് വാങ്ങി. എൻ്റെ ലൈഫിലെ ആദ്യത്തെ പട്ട് സാരി ആണ് ഇത് കേട്ടോ. അതെനിക്ക് വലിയ സന്തോഷമായി. കാരണം മൂകാംബികയിൽ വന്നിട്ട് നമുക്ക് അവിടെ നിന്നൊരു സാരി പ്രസാദം ആയിട്ട് വാങ്ങാൻ പറ്റി. അതിങ്ങനെ ദേവിക്ക് സമർപ്പിക്കുന്ന, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ ആളുകൾ വിളക്ക് സമർപ്പിക്കണതൊക്കെ അവർ പുറത്ത് റേറ്റ് കുറച്ചിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഞാൻ എന്തായാലും ആ സാരി ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ അവിടെ നിന്ന് ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ അമ്പലത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തു നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. എപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ നിന്ന് പിന്നെ കുറച്ച് സംഗതികൾ, പ്രസാദമൊക്കെ നമ്മൾ തലേദിവസം വാങ്ങാൻ പറ്റണതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേന, കുട്ടികൾക്ക് പേന പൂജിച്ച് വാങ്ങി, ചരട് പൂജിച്ച് വാങ്ങി, അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് സൗപർണികയിൽ വന്നു കേട്ടോ. സൗപർണിക നദി കുടജാദ്രിയുടെ താഴത്തു കൂടെ ഒഴുകണ നദിയാണ് സൗപർണിക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷായി കുളിച്ച് സൗപർണികയിൽ തീർത്ഥക്കുളത്തിൽ വന്ന് ഇവിടെ നിന്ന് ഒന്ന് തീർത്ഥം തെളിക്കുകയോ ഇവിടെ കുളത്തിൽ കുളിക്കുകയോ ചെയ്തിട്ട് ദേവീനെ തൊഴണമെന്നാണ്. പക്ഷേ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പോണ വഴിക്കാണ് സൗപർണികയിൽ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ അപ്പം ഞാൻ എൻ്റെ മനസ്സിലെ സൗപർണിക ഇങ്ങനെ ആയിരുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഭയങ്കര വലിയൊരു ഒരുപാട് വെള്ളമുള്ളൊരു ഇങ്ങനെ വെള്ളം ഒഴുകണ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു നദി അതുപോലെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ വെള്ളം മാറ്റിയിട്ടാണോ എന്നറിയില്ല. നമുക്കിങ്ങനെ നടക്കാനൊക്കെയുള്ള വെള്ളമൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ നന്നായിട്ട് പൊല്യൂട്ടഡാണ്. ശരിക്കും ഇതൊരു തീർത്ഥക്കുളം, അല്ലെങ്കിൽ കുളമല്ല, തീർത്ഥം എന്താ പറയുക. അങ്ങനെ പറയുമ്പോൾ ഇവിടെ അലക്കാനോ അല്ലെങ്കിൽ സോപ്പ്, കെമിക്കൽസ് ഇതൊന്നും യൂസ് ചെയ്യാനൊന്നും പാടില്ല. പക്ഷേ അവിടെ സ്ത്രീകൾ അലക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം അത്ര നന്നായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പോലെ നിറയെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെള്ളത്തിൽ വെറുതെ ഒന്ന് ഇറങ്ങി തിരിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കുറച്ച് കുരങ്ങന്മാരെ കണ്ടത്. കർണാടകയിലേക്ക് വന്നിട്ട് നമ്മൾ കുടജാദ്രി പോയപ്പോഴും ഒന്നും കണ്ടില്ല. കാട്ടുപോത്തിനെ കണ്ടിരുന്നു കേട്ടോ വഴിയിൽ ജീപ്പിൽ വരുമ്പോൾ. അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും നമ്മൾ കണ്ടില്ല. അങ്ങനെ ഇനി നമ്മൾ മുരുടേശ്വർ പോവാണ് കേട്ടോ. അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതാ വീണ്ടും നമ്മളിവിടെ ടാറ്റ പറയാണ്. ഇവിടെ പുനരാഗമൻ എന്ന് എഴുതിയിട്ടുണ്ട്. പുനരാഗമൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വരിക എന്നല്ലേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആർച്ചിൽ. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലൂർ കടന്ന് ഇനി മുരുടേശ്വർക്ക് പോവാണ്. ഏട്ടൻ പറഞ്ഞത് മുരുടേശ്വർക്ക് ഒരു 60 കിലോമീറ്റർ എന്നാണ്, 65 കിലോമീറ്റർ എന്നാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ സൈഡിലുള്ള വിഷ്വൽസൊക്കെ ഞാനിങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ചൊന്നും കിട്ടുന്നില്ല. ഈ സൈഡിൽ ഇങ്ങനെ ലാൻഡൊക്കെ ഭയങ്കര ഭംഗിയായിട്ടൊന്ന് തോന്നിയിട്ട്. പിന്നെ ഇവിടുത്തെ മണ്ണ് നല്ല അടിപൊളിയായിട്ടുള്ള ചുമന്ന മണ്ണ്. നമ്മുടെ ഇവിടുത്തെ മണ്ണൊന്നും അത്ര വലിയ ഗുണമുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇവിടെ മണ്ണ് കാണുമ്പോൾ മണ്ണ് നല്ല രസമുള്ള മണ്ണാണല്ലോ എന്ന് തോന്നി. ഇനി ഈ കുടജാദ്രി ഹിൽസ് ഈ പോണ വഴിക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു കുളിരിറങ്ങുന്ന പോലെയായിരുന്നു. കാരണം നമ്മൾ മൂകാംബികയ്ക്ക് വന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കുടജാദ്രി ഹിൽസ് വന്നപ്പോൾ ഇങ്ങനെ പാർക്കുട്ടി പറഞ്ഞു, അയ്യോ എനിക്ക് ആ മലയുടെ മുകളിൽ പോകണമായിരുന്നു എന്ന്.
അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല ആ മലയുടെ ഏറ്റവും മീതെ ഞാൻ കയറി ചെല്ലും എന്നുള്ളത് എൻ്റെ എക്സ്പെക്റ്റേഷനിൽ പോലും ഇല്ല കേട്ടോ. കുടജാദ്രി എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ഥലം എന്നല്ലാതെ കുടജാദ്രി എങ്ങനെയാണ് അവിടേക്ക് എങ്ങനെയാണ് പോയി ഇതൊന്നും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ആക്ച്വലി വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര എക്സൈറ്റഡായിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റിയിട്ടോ. കുറച്ച് അവയർനെസ് കുറവായിരുന്നുണ്ട്. ഞാനത് മുന്നേ പറഞ്ഞോ എന്നുള്ളത് അറിയില്ല. എനിക്ക് കുടജാദ്രി മല കയറുന്ന സമയത്ത് ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ ഇങ്ങനെയൊക്കെ താഴെ വല്ലവരുത് തപസ് ചെയ്താൽ പോലെ, എന്തിനാണ് ഈ മല മുകളിൽ കയറിയിരിക്കാൻ പോയത് എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവിടെ കയറി ചെല്ലുമ്പോൾ ഇതാണ് ആ വിഷ്വൽ നമുക്ക് കിട്ടുകയെന്നോ ഇത്രയും ബ്യൂട്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ധാരണയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ നന്നായിട്ട് കാലൊക്കെ കഴിച്ചത് കൊണ്ട് ഞാനിങ്ങനെ ഈ ശങ്കരാചാര്യർക്ക് താഴ്ത്തെങ്ങാനും ഇരുന്നാൽ പോരെ, എന്തിനിപ്പം മീതയ്ക്ക് കയറിപ്പോയെന്ന് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടാണല്ലോ കുറച്ച് വരെയൊക്കെ ഞാൻ കരുതി. പിന്നെ കയറി ഒരു മിഡിലൊക്കെ എത്തിയപ്പോഴേക്കും മനസ്സിലായി ഇത് വേറെ സീനാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പരാതിയൊക്കെ നിർത്തി. നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു മുരുടേശ്വരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഒരു 60-65 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 2 മണിയാണ് മൂകാംബികയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2 മണി ഒക്കെ ആവുന്ന സമയത്തേക്ക് നമ്മൾ മുരുടേശ്വരം എത്തിയിട്ടോ. മുരുടേശ്വരം എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് മുരുടേശ്വരൻ്റെ ബീച്ചിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് തട്ടുകട പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഫുഡ് കഴിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന ഏട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അവിടെ നിന്ന് എന്തോ വട കഴിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടായി, ഫുഡ് പോയ്സണായി എന്ന്. അപ്പോൾ പിന്നെ അത് നമ്മൾ റിസ്ക് എടുക്കില്ലല്ലോ, കാരണം നമുക്ക് ആകെ ഒരു വയറും കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല, ആ ബീച്ച് ഏരിയയിൽ നിന്നൊന്നും കഴിച്ചില്ല. തൊട്ടടുത്തുള്ള ഇങ്ങനെ ഹോട്ടൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് പാർക്കിങ്ങിൽ ഒതുക്കിയിട്ടിട്ട് മുരുടേശ്വര അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, തെറ്റ് പറയരുതല്ലോ, നല്ല കരിഞ്ഞു പോണ വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഗോപുരത്തിൻ്റെ ആ ഒരു ഭാഗം. അതിൻ്റെ ബാക്കിൽ നിന്ന് വലിയൊരു ശിവപ്രതിമ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മറ്റേ രസികൻ സിനിമയിൽ അവരിങ്ങനെ ഒരു ട്രാവലറിൽ പോണത്, ശിവ ശിവ ശിവശങ്കര ആ പാട്ട് വെച്ചിട്ട് ആ സ്ഥലമാണ് കേട്ടോ ഇത് മുരുടേശ്വരം. അപ്പോൾ ഞാൻ ആ പാട്ടിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഞാൻ അല്ലെങ്കിൽ എവിടേക്കും പോയിട്ടില്ലല്ലോ, ഞാൻ എല്ലാ സ്ഥലത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നല്ല ക്ലീനാണ് കേട്ടോ. പക്ഷേ തൊട്ടപ്പുറത്ത് ബീച്ച് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഫിഷി സ്മെല്ലുണ്ടായിരുന്നു. ആ ഒരു ബീച്ചിൻ്റെ ഒരു മണലിൽ എത്തി കൊച്ചെത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതല്ലാതെ ആ പരിസരം ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നിറയെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. 100 രൂപയ്ക്ക് നമുക്കിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി എന്തിനാ ഈ അമ്പലത്തിലൊക്കെ പോകണേ, നമുക്ക് ആ ബീച്ചിൽ പോകാം എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിനോട് വലിയ ഒരു ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആണല്ലോ മെയിൻ. അപ്പോൾ എവിടെ എന്ത് എൻ്റർടൈൻമെൻറ്റ് എടുക്കാമെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബീച്ചിൻ്റെ ഏരിയ ഭയങ്കര രസമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗോപുരം കടന്ന് ഉള്ളിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. ഉള്ളിൽ ചെന്നാലും വലിയ വരിയാണ്. ആ വരി നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിമ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വലിയ ശിവൻ്റെ പ്രതിമയില്ലേ, അതിൻ്റെ തൊട്ടടുത്തേക്ക് ഉള്ള പോലെ ചെല്ലാൻ പറ്റും കേട്ടോ. പക്ഷെ വലിയ വരി നിൽക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരി നിന്നിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറി അവിടേക്കൊന്ന് നടന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരുന്നു. എടുക്കാൻ പറ്റാവുന്ന അത്ര ഫോട്ടോസും ഇവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ബീച്ച് കാണാം, നമ്മുടെ ഭഗവാനെ കാണാം. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. ബീച്ചിൽ ഞാൻ അങ്ങനെ കളിക്കാൻ നിന്നില്ല. അതായത് മൊത്തത്തിൽ നനയാനായിട്ട് നിന്നില്ല. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് പോകണമല്ലോ. എനിക്ക് നനയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പിന്നെ ആ നനഞ്ഞിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ അത്രയൊന്നും നനഞ്ഞില്ല. കാലൊക്കെ കുറച്ച് നനച്ചു എന്ന് മാത്രം. പിന്നെ എനിക്കങ്ങനെ നനയാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബാഗ്, ഇവരുടെയൊക്കെ ഫോൺ, ഇവളുടെ ഷൂസ്, അങ്ങനെ ഇത്യാദി സാധനങ്ങളൊക്കെ
എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ തരുമ്പോൾ എപ്പോഴേക്കും ചിരി വരും. ഞാൻ പണ്ട് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ടൂറ് പോയപ്പോൾ കൂടക് ഇങ്ങനെ എന്താ വാട്ടർഫോളിൻ്റെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, അബി വാട്ടർഫോൾസോ അങ്ങനെ എന്തോ, അങ്ങനെയല്ലേ, അബി വാട്ടർഫോൾസ് തന്നെയാണെന്ന് തോന്നുന്നു. അതിലിങ്ങനെ നടക്കാം, ചെറിയ കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോണും പേഴ്സ് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട്, അപ്പോൾ ഞാൻ ഈ ബാഗിലിട്ടിട്ട് എന്നുണ്ടായെന്ന് വെച്ചാൽ ഈ ബാഗും ഞാനും ഉൾപ്പെടെ വെള്ളത്തിൽ വീണ്. എപ്പോഴും ആൾക്കാർ സാധനങ്ങൾ എൻ്റെ കയ്യിൽ പിടിക്കാൻ തരുമ്പോൾ എനിക്ക് ആ ഇൻസിഡൻ്റാണ് ഓർമ്മ വരാറുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഷോപ്പിങ്ങിന്, ഇതിപ്പോൾ മുരുടേശ്വരം ബീച്ചിൻ്റെ സൈഡിലുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഏരിയയാണ്. കുറേ സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ടോയ്സ്, കാറ്, ഉണ്ണികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാറും, പിന്നെ ഫാൻ ഉണ്ടല്ലോ, കേബിൾ ചാർജ് ചെയ്യുന്ന ചെറിയ ഹാൻഡി ആയിട്ടുള്ള ഫാൻ, അങ്ങനത്തതൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഇവിടെയും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഈ ഗോപുരവും ശിവനെയും നമ്മളെയും ഒന്നിച്ച് കിട്ടുന്ന പോലെ ഫോട്ടോ ഒക്കെ എടുത്തു തരും. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു ഫോട്ടോ ഗോപുരവും നമ്മളെയും കിട്ടുന്ന പോലെ അവിടെ നിന്ന് എടുത്തായിരുന്നു. പിന്നെ ഇത് എടുക്കാൻ നിന്നില്ല. ഇവിടെ ഇങ്ങനെ ക്യാമൽ, ഹോഴ്സ് ഒക്കെ കണ്ടു കേട്ടോ. ഇവിടെ ഒട്ടകത്തിനെ കാണുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, കുതിരേനെയും കാണുന്നത് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിത് ഒന്നും ഇവിടെ എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബീച്ചായിരുന്നു. നമ്മൾ ഈ ഹോഴ്സ് റൈഡിനോ അല്ലെങ്കിൽ ക്യാമൽ റൈഡിനോ ഒന്നും നിന്നില്ല. ബീച്ചിൽ താമസിക്കുക, കളിക്കണം, കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ വെള്ളത്തിൽ കുറേ നേരം ഇങ്ങനെ കളിച്ച് മതിച്ചു. ഞാൻ അവളുടെ ഷൂസും അവളുടെ സാധനങ്ങളും തോർത്തൊക്കെ ആയിട്ട് അവിടെ നിന്നു. ഏട്ടനും വിമൽ ചേട്ടനൊന്നും അങ്ങനെ നനയാനായിട്ട് നിന്നില്ല, അത്രയും അങ്ങനെ നനഞ്ഞു കുളിക്കാനൊന്നും നിന്നില്ല. അത്യാവശ്യം നനഞ്ഞു. പിന്നെ ഞാൻ അവളെ കാറിൽ നിന്ന് ഡ്രസ്സ് മാറ്റിച്ചു. വേറൊരു സ്ഥലത്ത് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയപ്പോൾ അവിടുത്തെ വാഷ്റൂമിൽ ഞാൻ അവളൊന്ന് മേല് കഴുകിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിച്ചു, അവിടെ നിന്ന് ഒന്ന് മേലെ കഴുകി വീണ്ടും ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഈ ഉപ്പ് വെള്ളവും മണലും ഒക്കെ കയറിയിട്ട് കുറേ നേരം കഴിഞ്ഞാൽ കുട്ടിക്ക് ചൊറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കിടന്ന് തല നനയ്ക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തലയും കൂടി നനയ്ക്കണ പോലെ അതിൽ കിടന്നങ്ങ് ഉരുണ്ടേനെ. പക്ഷെ എനിക്ക് നല്ല സന്തോഷമായിട്ട് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി. കുറച്ച് പേരെങ്കിലും മാത്രമാണ് അയ്യോ കാല് നനയും, എന്നെപ്പോലെ കുറച്ച് പേര് മാത്രമാണ് ഡ്രസ്സ് നനയോ കാല് നനയോ എന്നുള്ള ഹെസിറ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ എന്ത് രസമായിട്ടാണ് കുളിക്കുക, കളിക്കുക, മണ്ണ് വാരി കളിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ട് സെൽഫ്ലെസ്സായിട്ട് എൻജോയ് ചെയ്യണത് കണ്ട് നല്ല സന്തോഷമായിട്ടോ. ഇവിടെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ നിന്ന് സാധാരണ താലി മീൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. കഴിച്ചിറങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തത്. അങ്ങനെ പിന്നെ നമ്മളത് അവിടെ നിന്ന് നേരെ പോവുകയാണ്. ഇനി ഉടുപ്പിക്കാണ് പോകുന്നത്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടെ നിന്നും നമ്മൾ ഉള്ളിലൊന്നും കയറി തൊഴുതില്ല, ജസ്റ്റ് പുറത്തുനിന്ന് തൊഴാൻ പറ്റി. ആ ഒരു പുറത്ത് നിന്നിട്ട് തന്നെ ഉള്ളിലെ വിഗ്രഹം കാണാൻ പറ്റി. പാറുകുട്ടീനെ ഏട്ടനും എടുത്തപ്പോൾ നന്നായി കണ്ടു, തൊഴുതു. അപ്പം എന്നെയും കൂടി എടുത്ത് പൊക്കിയിട്ട് എനിക്കും കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വരി നിൽക്കാതെ നമ്മൾ നന്നായിട്ട് തന്നെ തൊഴുതു. അവർക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവർ നന്നായി തൊഴുതു. അപ്പം നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ വണ്ടിയിടാം. എന്നിട്ട് ഇതാണ് ഉടുപ്പി അമ്പലം. ഇതിൻ്റെ ഉള്ളിലേക്കും ഈ പറഞ്ഞ പോലെ നല്ല ലൈനൊക്കെ നിന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കത്ര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ആ ഒരു ക്ഷീണം ഫീൽ ചെയ്യാൻ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എങ്ങനെയാണ് ഉറങ്ങുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് അത്രയും ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫുൾ പംപ്ഡായിട്ടാണല്ലോ നിൽക്കണത്, അതിന് ഫുൾ എനർജിയിൽ. അയ്യോ മനസ്സിൻ്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നല്ല എനർജിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഉടുപ്പിയുടെ അമ്പലത്തിൻ്റെ അവിടെ ഈ രണ്ട് സൈഡിലായിട്ട് 2 ആന, അതിവിടെ ഇല്ലേ ആന? ഉണ്ട്, ഇവിടെ 2 ആനയുണ്ട്. 2 ബ്ലാക്ക്. മറ്റേ മുരുടേശ്വരം ഉണ്ടായിരുന്നത് കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ആനയായിരുന്നു. ഇവിടെ ബ്ലാക്ക് നോർമൽ ആന പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞാൻ ഇടയ്ക്കൊന്നും തിരക്കുന്നൊക്കെ എന്നെയും കൂടെയും കാണാൻ പാകത്തിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ലൈനാണ് ഈ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ തേരാണ് കേട്ടോ അത്. രഥത്തിൻ്റെ പണി നടക്കുക എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടും അവിടെ നിന്നും 1-2 ഫോട്ടോസും
കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് എല്ലായിടത്തുനിന്നും ഞാൻ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. മെമ്മറീസേക്ക് എല്ലായിടത്തുനിന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, നട. ഈ ലൈൻ എത്തണത് ഈ നടക്കലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തൊഴാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ആളുകൾ തൊഴാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് തൊഴാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ എന്നെ എടുത്ത് പൊക്കിയിട്ട് തൊഴിയിപ്പിച്ചു. അപ്പോൾ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഇനി നമുക്ക് നിൽക്കാനായിട്ടുള്ള, ഇനി മാൽപ്പയിൽ പോകാനായിട്ടുള്ള സമയമില്ല. കാരണം നമുക്ക് രാവിലെ വണ്ടി റിട്ടേൺ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലാക്ക് ആനേനെ കണ്ടോ ആ സൈഡിൽ, അങ്ങനത്തെ ഒരു ആന അപ്പുറത്തറ്റത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും ഷോപ്പിങ്ങിനുള്ള കുറച്ച് ഉടുപ്പിയിൽ കുറച്ച് നല്ല ഷോപ്പിംഗ് ഏരിയ ഒരുപാടില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വാങ്ങിക്കണം എന്ന് ഓർത്ത്, പക്ഷേ വാങ്ങിയില്ല. വേറെ എന്താ ഞാനിവിടുന്ന് വാങ്ങി, ഉടുപ്പി കൃഷ്ണൻ്റെ 2 ഫോട്ടോ അമ്മയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി. പിന്നെ 1-2 കുഞ്ഞു സാധനങ്ങൾ, നമുക്ക് വലിയ ബഡ്ജറ്റൊന്നും ഉണ്ടായില്ല. നമസ്വിയുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കിച്ചൺ സെറ്റ് അവൾ വാശി പിടിച്ച് വാങ്ങി. പിന്നെ ഇതെന്ന് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഒരു എന്താ വിൻചാം എന്നല്ലേ പറയുന്നത്, വിഞ്ച് ഇങ്ങനെ കാറ്റത്ത് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ നിം 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 സൗണ്ട് വരണേ, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ വിളയൊക്കെ ആയിട്ടുള്ളത്, അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ച് തൃശ്ശൂർക്ക് ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. അത്യാവശ്യം സമയമെടുക്കും നമ്മൾ ഡ്രൈവ് ചെയ്തെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് കൃത്യസമയം ഓർമ്മയില്ല, ഒരു 5 മണി, ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട് നമ്മൾ തിരിക്കുമ്പോൾ. അപ്പോൾ നമസ്വി എൻ്റെ മടിയിൽ ഇരുന്നിട്ട് കാല് കയറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അവൾക്ക് ടയേർഡായി എന്ന് പറഞ്ഞിട്ട് ആയപ്പോഴത്തേക്കും കുറച്ച് ടയേർഡായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ നിന്ന് അവൾക്ക് KFC ബ്രോസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെവിടെ പിലാത്തറ കണ്ണൂർ ആ ഒരു ഭാഗത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 9:30 നമുക്ക് വിശക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒതുക്കാൻ പറ്റിയിട്ടുള്ള ഹോട്ടൽസ് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലേ ഏരിയയും പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് അവർ ടൈം പറഞ്ഞിരുന്നു. ഞാൻ പാർസൽ വാങ്ങുകയും ചെയ്ത്. അപ്പോൾ അത്രയും നേരം അവൾ ഈ പ്ലേ ഏരിയയിൽ കളിച്ചു കേട്ടോ. നമ്മളിവിടെ നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾ വേറൊരു ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കണ്ണൂരുള്ളത്. ഇവിടുത്തെ വാഷ് ഏരിയ ഹോട്ടലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വാഷ്റൂമിൽ ഞാൻ തകർന്നു പോയി. എന്തൊരു വാഷ്റൂം, ഇത്രയും നല്ല ബിൽഡിങ് ഉണ്ടാക്കിയിട്ട് അവർക്ക് നല്ലൊരു വാഷ്റൂം ഉണ്ടാക്കാൻ പറ്റിയില്ലേ എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കുറേ നേരം 10-20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കിട്ടി. അപ്പോൾ ആ നേരത്ത് ഈ പാർക്കൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ജിൽ എന്നുള്ള ഒരു വൈബിലെത്തി. അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ഫോട്ടോയ്ക്ക് പോസൊക്കെ തന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് രാത്രിയിലത്തെ ഫുഡും കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോന്നു കേട്ടോ. അതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ വേറെ വീഡിയോസും ഫുട്ടേജൊന്നും എടുത്തിട്ടില്ല. ഞാനും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണിൽ ഈർക്കിളിയും വെച്ചിരിക്കുകയെന്ന് പറയില്ല, അങ്ങനെ ഞാൻ ഇരുന്നിരുന്നു. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ വീട്ടിൽ പോവല്ലേ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു ലോങ് റോഡൊക്കെ ഞാൻ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാവും എന്നൊക്കെയുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ചാവക്കാടാണെന്ന് തോന്നുന്നു ഈ 6 വരി. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ച് വീട്ടിലെത്താറായിട്ടുണ്ട്. എനിവേ എനിക്ക് ഭയങ്കര നിറവ് ഫീൽ ചെയ്യാന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് ഫീല് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി വരുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട എഫേർട്ടും പോയ നമ്മുടെ സമയവും എല്ലാം വേസ്റ്റാണ്. പക്ഷേ ഇത് നന്നായി, എല്ലാം കൊണ്ടും നന്നായി, എന്തുകൊണ്ടും നന്നായി, അടിപൊളിയായി എന്നുള്ളൊരു ഫീലാണ് കേട്ടോ കിട്ടിയിരുന്നത്. എൻ്റെ ആഗ്രഹം എല്ലാവർക്കും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടണം. എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനായിട്ട്, ചെറിയ യാത്രയാണെങ്കിലും പോകാനായിട്ടും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനായിട്ടും റിലാക്സ്ഡായിട്ട് ഫീൽ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാവണം. നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ആ ഒരു അവസരം കൊണ്ടുതരുമൊന്നുമില്ല. നമ്മൾ തന്നെ കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഷ്രിങ്ക് ചെയ്തിട്ടോ നമ്മൾ തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി നമ്മൾ തന്നെ നമ്മളുടെ തിരക്കിൽ പെട്ട് ജീവിതം അവസാനിച്ച് പോവാതെ ഏതെങ്കിലും ഒരു പോർഷനൊക്കെ അതിൻ്റെ ആസ്വദിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. നമുക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ വന്നോളുന്നു, പക്ഷേ നമ്മളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്സും ആഗ്രഹവും ഒക്കെയാണ് നമുക്കത് പോസിബിൾ ആക്കി തരിക. അങ്ങനെയാണ് എനിക്ക്
ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ജെന്യുവിനായിട്ട് നമുക്കൊരു കാര്യം വേണം, അല്ലെങ്കിൽ വളരെ ജെന്യുവിനായിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്തും. ഏതെങ്കിലും ഒരു വഴിക്ക് നമുക്ക് കിട്ടാനുള്ള വഴി ഉണ്ടാവും. യൂണിവേഴ്സ് അത് നടത്തി തരുമെന്ന് പറയില്ലേ. ഇപ്പം എല്ലാവരും ഒന്നും ദൈവവിശ്വാസികളല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിളാവും. അത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ ഒരു യാത്ര എന്നുള്ള ഒരു സെൻസിൽ മാത്രമല്ല കേട്ടോ പറയണേ. നമ്മുടെ എന്ത് ചെറിയ ഗോളാണെങ്കിലും നമ്മൾ അതിലേക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റേ അജു വർഗീസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, തോറ്റാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുതന്നെ, നമ്മൾ ജയിക്കുന്നത് വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്കൊരു ദിവസം എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്കതിൻ്റെ ആ ഒരു നിറവ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വേർത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇൻസൈഡിൽ നിന്ന് നമ്മൾ ഹാപ്പിയാവും. നമ്മളെയും കൂടെ പരിഗണിക്കുക. നമുക്ക് നമ്മളെയും നോക്കണ്ടേ. നമുക്ക് എല്ലാവരെയും മാത്രം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. നമ്മൾ കുറച്ച് സെൽഫിഷാവുക, കുറച്ച് അവനവൻ്റെ സന്തോഷം നോക്കുക, അവനവനിലേക്കും കൂടെ ചിന്തിക്കുക. എന്നും മറ്റുള്ളവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ കുറച്ച് അവനവനെയും കാണുക. ഈവൻ ദോ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളതും വയേർഡായിട്ടുള്ളതും മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും, മറ്റുള്ളവരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആണെങ്കിലും ക്ലോസ്ഡ് സർക്കിൾ, നമ്മുടെ ഹസ്ബൻഡ്, കുട്ടി, നമ്മുടെ ബാക്കിയുള്ള സിബ്ലിങ്സ്, അങ്ങനെ അവരുടെ സന്തോഷം അവരിലേക്ക് നമ്മുടെ ജീവിതം മൊത്തമായിട്ടങ്ങ് ഹോമിക്കാതെ സ്വന്തമായിട്ട് തിരിഞ്ഞു നോക്കുക. ഞാൻ എവിടെ നിൽക്കണേ, എനിക്കെന്താ ഉള്ളത്, എനിക്കെന്ത് കിട്ടി, അതൊരു കണക്കെടുക്കലല്ല. എന്നാൽ പോലും എനിക്കെന്ത് കിട്ടി, എനിക്കെന്താ കിട്ടിക്കൊണ്ടിരിക്കണേ, ഞാനുണ്ടോ, എനിക്കിനി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആ ഫ്യൂച്ചറിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കാണാനുണ്ടോ എന്നുള്ളത് ഒന്ന് ഇടയ്ക്കും തിലയ്ക്കും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റീവർക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാം, നമുക്ക് നല്ലൊരു ഇൻഡിവിജ്വൽ എങ്ങനെയാവാം, എങ്ങനെ കുറച്ചും കൂടെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ അതിനുള്ള വഴി നോക്കുക. നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അമ്മോട് പറഞ്ഞിട്ട് പോണ പോലെ നമ്മൾ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് നമ്മുടെ തട്ടകത്ത് അമ്മയോട് പറഞ്ഞിട്ടാണ്, അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. തിരിച്ച് വീണ്ടും നമ്മൾ നമ്മുടെ തട്ടകത്തെത്തി, നമ്മുടെ നമ്പൂർക്കാവിൽ അമ്മയുടെ മുറ്റത്തെത്തിയിട്ടോ. അവിടെ നിന്ന് ഇതാ വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ വഴി വന്നു. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് വരും. അപ്പോൾ ഞാനൊരു സിനിമയിൽ സുരേഷ് ഗോപി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല യാത്ര വീട്ടിലേക്കുള്ള മടക്കയാത്രയാണെന്നുണ്ട്. പക്ഷേ ഈ യാത്ര പോയപ്പോൾ ഞാൻ അവിടെ കൊടജാദ്രി മലമുകളിൽ തന്നെ ഞാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ ബോഡി മാത്രമേ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിപ്പോഴും അവിടെ തന്നെയാണുള്ളത്. എന്തായാലും ഇനി എപ്പോഴെങ്കിലും വീണ്ടും പോകാൻ പറ്റട്ടെ എന്ന ആഗ്രഹം മനസ്സിൽ നിന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട് വന്ന് ഒരു 7-7:15 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രസാദവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാരി, ദേവിക്ക് പൂജിച്ച സാരിയൊക്കെ കിട്ടിയത് ത്രിമധുരമാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്, നല്ലതാണെന്നാണ് പറയുക. അപ്പം നിങ്ങൾ ഇത്രയും നേരമൊക്കെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാവുമല്ലോ നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടാവുക. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ സാരി. എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവിടെ നിന്ന് എനിക്കൊരു സാരി കിട്ടിയത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാമോ. താങ്ക് യു.